നമസ്കാരം. ചൈനയുടെ അത്യാധുനിക ആണവ അന്തർവാഹിനി മുങ്ങിയതായി അമേരിക്ക വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ മെയ്-ജൂൺ മാസങ്ങളിലാണ് സംഭവം നടന്നതെന്ന് അമേരിക്കയുടെ ഒരു മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. എന്നാൽ അമേരിക്കയുടെ ആരോപണത്തിൽ വ്യക്തമായി പ്രതികരിക്കാൻ ചൈന തയ്യാറായിട്ടില്ല. ഇക്കാര്യത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും നിലവിൽ നൽകാൻ വിവരങ്ങളൊന്നുമില്ലെന്നായിരുന്നു വാഷിംഗ്ടണിലെ ചൈനീസ് എംബസി വക്താവിന്റെ പ്രതികരണം. ചൈനയുടെ ആണവ അന്തർവാഹിനി മുങ്ങാൻ കാരണം എന്താണെന്നോ ആ സമയത്ത് കപ്പലിൽ ആണവ ഇന്ധനം ഉണ്ടായിരുന്നോ എന്നുമുള്ള കാര്യങ്ങൾ വ്യക്തമല്ലെന്നും ചൈന ഇക്കാര്യങ്ങൾ മറച്ചുവെക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ലെന്നും അമേരിക്കയുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്തായാലും ചൈനയുടെ കള്ളത്തരം ഇതോടെ പൊളിഞ്ഞിരിക്കുകയാണ്. സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ നിരന്തരമായി ലക്ഷ്യമിടുന്ന ചൈനയ്ക്ക് അത്യാധുനിക അന്തർവാഹിനി മുങ്ങിയത് വലിയ നാണക്കേട് തന്നെയാണ്. നിലവിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാവികസേനയാണ് ചൈനയുടേത്. 370-ലധികം കപ്പലുകളാണ് ചൈനയുടെ പക്കലുള്ളത്. 2022 കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളും അണവശക്തിയുള്ള അക്രമ അന്തർവാഹിനികളും 48 ഡീസൽ പവർ അറ്റാക്ക് അന്തർവാഹിനികളും ഉണ്ടെന്ന് പെന്റഗൺ റിപ്പോർട്ട് ചെയ്യുന്നത്. 2025ഓടെ മുങ്ങിക്കപ്പലുകൾ 65ആയും 2035ഓടെ 80ആയും ഉയരുമെന്ന് US പ്രതിരോധ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ചൈനയുടെ ആണവ നിർമ്മാണം അന്താരാഷ്ട്ര തലത്തിൽ ആശങ്കകൾ ഉയർത്താൻ സാധ്യതയുണ്ടെന്ന് തന്നെയായിരുന്നു വിലയിരുത്തപ്പെട്ടത്. ഇതിനിടയ്ക്കാണ് അന്തർവാഹിനി മുങ്ങിയെന്ന വാർത്ത ചൈനയ്ക്ക് വളരെയധികം നാണക്കേടുണ്ടാക്കുന്നത്. ചൈനീസ് റോക്കറ്റ് ഫോഴ്സിന് DF-31AG, DF-5B, DF-41 എന്നിവയുൾപ്പെടെയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ആണുള്ളത്. കൂടാതെ പീപ്പിൾസ് ലിബറേഷൻ ആർമി നാവികസേനയുടെ JL-2 അന്തർവാഹിനി വിക്ഷേപിക്കുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഉള്ളതായും ചൈനീസ് സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഏഷ്യ പസഫിക് മേഖലയിൽ മിസൈൽ പരീക്ഷണങ്ങൾ നിരവധിയാണ് നടന്നുവരുന്നത്. ഈ മാസം ആദ്യമായാണ് മേഖലയിൽ ഉത്തര കൊറിയ നിരവധി ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ നടത്തിയത്. നിലവിൽ ചൈന പരീക്ഷിച്ച ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പസഫിക് സമുദ്രത്തിലേക്കാണ് വിക്ഷേപിച്ചത്. സമുദ്രത്തിൽ വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് റോക്കറ്റ് വിക്ഷേപണം നടത്താൻ സാധിക്കുന്ന മൊബൈൽ ലോഞ്ച് പാഡാണ് ഹയാങ് പ്ലാറ്റ്ഫോം. ജൈലോങ് 3 റോക്കറ്റ് വിക്ഷേപണം വിജയം കണ്ടതോടെ വിവിധ രീതികളിലുള്ള വിക്ഷേപണ സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ചൈന. ആഗോള ബഹിരാകാശ രംഗവുമായി മത്സരിക്കാൻ ഇത് ചൈനയെ പ്രാപ്തമാക്കും. വാർഷിക സൈനിക പരിശീലന പരിപാടിയുടെ ഭാഗമായാണ് പരീക്ഷണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചിട്ടില്ലെന്നും ചൈന അവകാശപ്പെട്ടു. ഇതിനിടയ്ക്കാണ് അന്തർവാഹിനി മുങ്ങിയത്. 1980-ൽ പരീക്ഷിച്ച DF-5 ആണ് ഇതിനു മുമ്പ് ചൈന വിജയകരമായി പരീക്ഷിച്ച ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ. അതിന് 9000 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു. അതേസമയം മിസൈൽ പരീക്ഷണത്തെക്കുറിച്ച് യാതൊരു മുന്നറിയിപ്പും ചൈന നൽകിയില്ലെന്ന് ജപ്പാൻ ആരോപിച്ചു. ചൈനയുടെ മിസൈൽ പരീക്ഷണം ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് ന്യൂസിലൻഡ് പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ ഓസ്ട്രേലിയ ചൈനയോട് വിശദീകരണം തേടിയിട്ടുണ്ട്. 4 പതിറ്റാണ്ടിന് ശേഷം ചൈന നടത്തിയ ആദ്യ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം വിജയകരമായി എന്ന് അവർ വാദിക്കുന്നതിനിടയിലാണ് അത് മുങ്ങിയെന്ന വാർത്ത വരുന്നത്. ബുധനാഴ്ചയാണ് ശാന്തസമുദ്രത്തിലേക്ക് ചൈന മിസൈൽ തൊടുത്തത്.